വറ്റൽമുളക് നല്ല ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക്, ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യണം. അതിന് മുമ്പ് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലേവറിനും പുളിക്കും വേണ്ടിയിട്ട് ഒരു സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ രൂപത്തിലാവുന്ന വരെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി തിക്കൻ കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 4 സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മസാലയും കൂടി ഇതിലേക്കുള്ള തേച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഒന്ന് അതിൽ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ നോർമൽ ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് മടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മുരിയുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ച് നമ്മൾ നീക്കി വെക്കണം കേട്ടോ. നീക്കി വെച്ചിട്ടുള്ള മസാലയ്ക്ക് നമുക്ക് അരമുറി തേങ്ങ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ്ചർ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, കാരണം ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങ മസാലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ്ചർ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അത്രയും ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി നമുക്ക് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മുടെ അടിപൊളി പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.